അസ്സലാമു അലൈക്കും. ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. നസീറ എന്ന് പറയുന്നൊരു ഉമ്മ. ആ ഉമ്മ വയനാട് സ്വദേശിയാണ്. ആ ഉമ്മ ഒരു നായയോട് ചെയ്ത മനോഹരമായ ഒരു പ്രവർത്തനം, അതിൻ്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ ആ ഉമ്മയ്ക്ക് പ്രശംസയുമായി രംഗത്ത് വരുന്നുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണത്. സകല ഇസ്ലാമിക വിരോധികളും കാണേണ്ട, കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാഴ്ച. നമുക്കറിയാം, പൊതുവെ നായ എന്ന് പറയുന്ന ഒരു ജീവിയെ ഇസ്ലാമിൽ എന്തോ വലിയ നിഷിദ്ധമായി കണക്കാക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു ജീവിയാണ് എന്നുള്ള തരത്തിൽ ഇസ്ലാമിക വിരോധികൾ പലതരത്തിലുള്ള കള്ളപ്രചാരണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ മറ്റുമൊക്കെയായി അവർ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള സകല കുപ്രചാരണങ്ങൾക്കുമുള്ള മനോഹരമായ കനത്തൊരു മറുപടിയാണ് നസീറ എന്ന് പറയുന്ന ഈ ഒരു ഉമ്മ നൽകിയത്. ഏതായാലും ആ ഒരു വീഡിയോ ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. അതിനുശേഷം നായ എന്ന് പറയുന്ന ഒരു ജീവിക്ക് ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വയ്ക്കാം. ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ. ഒരു നായ ഒരു ഉമ്മയെ തിരഞ്ഞു വരികയാണ്. ഒരു തെരുവു നായയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹമുള്ള ഒരു ജീവിയാണ് നായ എന്ന് പറയുന്നത്. തന്നോട് ചെയ്ത വലിയൊരു ഒരു സ്നേഹത്തിന്റെ പ്രത്യുപകാരം എന്നോണം ആ നായ ആ നസീറ എന്ന് പറയുന്ന ഉമ്മയെ തിരക്കി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ആ നായ ആ ഉമ്മയെ തിരക്കി വരാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ യുവതിയുടെ വീട് തേടിയെത്തി തെരുവുനായ. വയനാട് പിണങ്ങോട് സ്വദേശി നസീറയെ തേടിയാണ് തെരുവുനായ എത്തിയത്. കഴിഞ്ഞ ദിവസം തൊണ്ടയിൽ എല്ലു കുടുങ്ങി മരണത്തിന്റെ വക്കോളം എത്തിയ തെരുവുനായെ നസീറ രക്ഷിച്ചിരുന്നു. തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് ഇറക്കാനോ തുപ്പാനോ കഴിയാതെ കഷ്ടപ്പെടുന്ന നായയെ കണ്ടപ്പോൾ ഒരു കമ്പെടുത്ത് വളരെ ശ്രദ്ധാപൂർവം ആ എല്ലിൻ കഷ്ണം പുറത്തെടുക്കുകയായിരുന്നു നസീറ. അതിനുശേഷമാണ് ഇന്നലെ വരെ ഒരു പരിചയവുമില്ലാതിരുന്ന നായ ഇന്ന് നസീറയെ കാണാൻ വീണ്ടും അവരുടെ വീട് തേടിയെത്തിയത്. കണ്ടില്ലേ, ഇതാണ് ആ ഒരു കാഴ്ച. ഈ ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെയായി വലിയ രീതിയിൽ വൈറലായി മാറിയത്. ഈ ഉമ്മയ്ക്കിപ്പോൾ വലിയ അഭിനന്ദന പ്രവാഹമാണ്. ഈ ഉമ്മ ചെയ്ത മനോഹരമായ ഈ ഒരു പ്രവർത്തനം, അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. നോക്കി, ഈ ഒരു വീഡിയോയിലൂടെ സഹജീവികളോടൊരു മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള മനോഹരമായ ഒരു സന്ദേശം കൂടി ആ ഉമ്മ നൽകുന്നുണ്ട്. സഹജീവികളോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറണമെന്നാണ് ലോകത്തിന്റെ നായകനായ അള്ളാഹുവിന്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത്. അത് പൂച്ചയെ മാത്രമല്ല, ഏത് ജീവികളായിക്കൊള്ളട്ടെ. പക്ഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നായ എന്ന് പറയുന്ന ഒരു ജീവിയെ
ഇസ്ലാമിൽ എന്തോ നിഷിദ്ധമാക്കിയതുപോലെയുള്ള രീതിയിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഇസ്ലാമിക വിരോധികൾ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വ്ളോഗർ, പേരൊന്നും പറയുന്നില്ല, ഒരു യൂട്യൂബറാണ്, ഒരു പാട്ടുകാരനൊക്കെയാണ്, നായ എന്ന് പറയുന്നൊരു ജീവി ഉസ്താദുമാരെന്തോ നജസ്സാണ് എന്നൊക്കെ പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ കുറേ ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കി, ഇസ്ലാമിൽ എവിടെയും നായ ഹറാമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഹറാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം നിഷിദ്ധമാക്കിയത് എന്നാണ്. ഇസ്ലാമിൽ എവിടെയും നായയെ നിഷിദ്ധമാക്കുന്നില്ല. നേരെ മറിച്ച് നായെ തൊട്ടുകഴിഞ്ഞാൽ, അതായത് സ്പർശിച്ചു കഴിഞ്ഞാൽ അത് നജസ്സായി മാറും. അതിന് 7 വെള്ളത്തിൽ കഴുകേണ്ടി വരും. ഇതാണ് നായയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിൻ്റെ മതവിധി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇസ്ലാമിക വിരോധികളും അതോടൊപ്പം ഇത്തരത്തിൽ മതവിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത കുറേ മുസ്ലിം നാമധാരികളും ഇത്തരത്തിൽ കുറേ നായയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ പ്രചാരണങ്ങൾ, അതായത് കുപ്രചാരണങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു വെക്കാറുണ്ട്. നമുക്കറിയാം, നായ എന്ന് പറയുന്ന ജീവിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം നിരവധി ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ ആളുകൾ പറഞ്ഞു വെക്കുന്നത് പോലെ നായ ഒരു നിഷിദ്ധമാക്കിയ ഒരു ജീവിയായിരുന്നുവെങ്കിൽ, നായ ഹറാമായിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിലും അതോടൊപ്പം ഹദീസുകളിലുമൊക്കെയായി നായയെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുപോലും ചിന്തിക്കാത്ത, അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ പലതരത്തിലുള്ള കുപ്രചാരണങ്ങളും മറ്റുമൊക്കെ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്.